Hey guys, welcome back to NKL EDITS. So guys, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിവ്യൂ ഉണ്ട് ആ ഒരു കിഡിലൻ ഡി പി അങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പം കോൾമി ഷസാമിൻ്റെയൊക്കെ ഡി പി ഈ ഒരു മോഡലിലുള്ള ഒരു ഡി പി ആണ്. എക്സാക്റ്റ് അതല്ല, എന്നാലും നമ്മളത് ഇൻസ്പയർഡ് ആയിട്ട് ഏകദേശം അതേപോലുള്ള ഒരു ഡി പി ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ലിക്വിഡ് ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, 1:1 റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ആ ഒരു ടെക്സ്റ്റാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ടെക്സ്റ്റിലേക്ക് വരിക. നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റാണോ കൊടുക്കേണ്ടത് അത് വന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലിക്വിഡ് എന്നാണ് കൊടുക്കുന്നത്. ദെൻ പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ലൈൻ ചെയ്യുക. ഞാനിപ്പോൾ ഇതാ അക്കേറ എക്സ്പാൻഡഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോണ്ടാണ് കൊടുക്കുന്നത്. ആ ഒരു ഫോണ്ട് സെറ്റ് ചെയ്താൽ ഇത് വൈറ്റ് കളർ ആക്കുക. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്യുക. നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യുക. അതായത് സൈസ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക. കളറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ എഫക്ട്സ് വരിക, ആഡ് എഫക്ട്സ് വരിക. ഇതിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് സ്ട്രെച്ച് സെഗ്മെൻറ്റ് പറഞ്ഞ ആ ഒരു എഫക്റ്റാണ്. അത് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വന്ന് നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്യുക. ആംഗിൾ വന്ന് നമ്മൾ 90 ഡിഗ്രിയിലേക്ക് സെറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് 90 ഡിഗ്രി സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് സ്ട്രെച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മളൊരു 46ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഈ ഒരു വാല്യൂ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ദെൻ പറഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഓഫ് സെറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ ഒരു -276ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. 270, 278 ആ ഒരു റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ടെക്സ്റ്റ് ആനിമേഷൻ പോലുള്ളൊരു സംഭവമാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ലിക്വിഡ് ടെക്സ്റ്റ് എനിക്കത് ആ കറക്റ്റ് ആക്യുറേറ്റ്ലായിട്ടുള്ള ഒരു വാല്യൂ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു ആനിമേഷൻ കണക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു സ്ട്രെച്ച് സെഗ്മെൻറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എഫക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ വന്ന് നമ്മൾ ആംഗിൾ സെയിം തന്നെയാണ് 90 ഡിഗ്രി. ഇതെന്ന് നമ്മൾ സ്ട്രെച്ച് വന്ന് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യണം. ഒരു 160ലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 160ലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് സെറ്റിലേക്ക് വരും. ഓഫ് സെറ്റിൽ നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. ഒന്ന് ഫസ്റ്റ്, അതുപോലെ തന്നെ ഒന്ന് എൻഡിൽ. ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ട് ഫസ്റ്റിൻ്റെ വാല്യൂ നമ്മൾ നല്ലോണം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 540 ആ ഒരു റേഞ്ചിലേക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വാല്യൂ ഒന്ന്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വാല്യൂസും കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് പ്രിവ്യൂവിൽ കണ്ട ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ദെൻ പറഞ്ഞാൽ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മളൊരു 90ലേക്കൊക്കെ സെറ്റ് ചെയ്യുക. കറക്റ്റ് ഒരു 90ലേക്കൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് ഇപ്പോൾ ഒരു 90ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അത് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ആ ഒരു കീ ഫ്രെയിം എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായി നമ്മൾ ഈ ഒരു കർവ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ സ്മൂത്തിങ് നമ്മൾ 1ൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു താഴെയുള്ള ലെയറിൻ്റെ കളർ വന്ന് വേറൊരു കളറാക്കി കൊടുക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുകളിലെ ലെയർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾക്കിതാ ഈ ഒരു രീതിക്ക് കിട്ടും. അതായത് മുകളിലെ ലെയറോ താഴെ ലെയറോ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ആ ഒരു പൊസിഷൻ ലേശം ഒന്ന് മാറ്റിയാൽ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും. ദെൻ നമ്മൾ എഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത കളർ വന്ന് വേറെ ഒന്നാക്കി കൊടുക്കുക. അതും വന്ന് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ രീതിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്താൽ നമുക്കിത് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു 3 കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു 3 ലെയർ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പ് ആൻഡ് മാസ്കായി നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു 3 ലെയറും ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ എവിടെയാണോ വേണ്ടത് അതുപോലെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ അതെന്ത് ചെയ്യുക, ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എഗെയിൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ അത് മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ട് അതൊന്ന്, അതായത് ആ സ്ട്രെച്ച് ഓപ്ഷൻ ഒന്ന് മാത്രം കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണം നമുക്കിത് ഈ ഒരു റേഞ്ചിൽ നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഏകദേശം ആ ഒരു നല്ലൊരു ലിക്വിഡ് ടെക്സ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് എല്ലാ ലെയറും ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതൊന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്യുക. ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക, അതേഴ്സിൽ വന്നിട്ട് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അതായത് നമ്മളിനി ആ ഒരു ടെക്സ്റ്റിനൊരു വേവ് എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. നമ്മൾ വേവ് വാർപ്പ് സെലക്ട് ചെയ്യുക. വേവ് വാർപ്പ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുക. അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ
ആംഗിളാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ വന്ന് നമ്മൾ ഒരു മൈനസ് ലെവലിലേക്ക് കൊണ്ടുവരും, -50 അല്ലെങ്കിൽ ഒരു 57 കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ സ്പേസിങ് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 21.5 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് 20 ഉണ്ടാവുക, അത് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റ്യൂഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, മാഗ്നറ്റ്യൂഡും വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അടുത്തായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മുകളിലുള്ള ലെയർ അല്ല, ആ ഒരു ലെയർ ഒഴിച്ച് താഴെയുള്ള ലെയറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. അതായത് നമുക്കൊരു ചെറിയൊരു ഗ്ലോ എഫക്റ്റ് കിട്ടും നമുക്ക് ഇതേപോലെ. അങ്ങനെ നമ്മൾ എല്ലാ ലെയറിലേക്കും ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന എല്ലാ ലെയറിലും, ആ മുകളിൽ വരുന്ന വൈറ്റ് ലെയറിൽ കൊടുക്കണ്ട, ബാക്കിയുള്ള നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള 2 ലെയറിലും കൂടെ കൊടുത്താൽ നമുക്ക് ഏകദേശം ഇതേപോലൊരു ഗ്ലോ കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇതിലേക്കൊരു PNG ആഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ അല്ലു അർജുൻ്റെ ഒരു PNG ആണ് എടുക്കുന്നത്. അത് ഇതുപോലെ വന്ന് നോർമലായിട്ട് നമ്മൾ എവിടെയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സർക്കിൾ ഇതേപോലെ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഫിൽ സ്ക്രീൻ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് മാസ്കിൽ നമ്മൾ മാസ്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്ത് സെറ്റ് ചെയ്യുക. ഈ ഒരു രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ദെൻ അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു DP വളരെ സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ലിക്വിഡ് ടെക്സ്റ്റ് അലൈറ്റ് മോഷനിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നോക്കുക. അതേപോലെ ഇൻസ്റ്റയിൽ എന്ന് പറയുന്നത് അലൈറ്റ് മോഷനിൽ ഗ്ലോ കൊടുക്കാൻ പല രീതിയുണ്ട്. അപ്പോൾ ആ ഒരു വെറൈറ്റി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു DP നിങ്ങളെല്ലാവരും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.